രഘുനാഥ്, കെമിസ്ട്രി ലെക്ചറർ, കെമിസ്ട്രി ബുക്ക് നോക്കിക്കൊണ്ട് സന്ധ്യ സന്ധ്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇദ്ദേഹം ഇപ്പോൾ ഒരു മനോരോഗിയാണ്. ഇതിന് കാരണം ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇദ്ദേഹം ചെയ്ത ഒരേ ഒരു അനാവശ്യ പ്രവൃത്തിയാണ്. 78, 79, 80, 81, 82, 83, വാമജു, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98. എന്താ ഇതൊക്കെ? ഫസ്റ്റ് നൈറ്റ് അല്ലേ, തോക്കാൻ പാടില്ല, ജയിച്ചേ മതിയാവൂ. 89. ഇതെന്താ മാച്ചാണോ? ജയിക്കാനും തോൽക്കാനുമായിട്ട്? ഇനി വന്നേ. ദോ വരാം. ഓ അയ്യോ അമ്മേ. ഓ കുഴപ്പമില്ല, ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. അതൊന്നും അല്ലടി, വർക്ക്ഔട്ട് ചെയ്ത് എല്ലാ മസിലും പിടിച്ചിരിക്കുക. ഈശ്വര, ഇതിനൊന്നും എക്സസൈസ് ആവശ്യമില്ല. എക്സർസൈസ് ആണ് ആവശ്യം. ഓ, ഞാൻ ഫുൾ മൂഡിലാ. നീയേ ആ പാലിങ്ങെടുക്ക. അയ്യോ എന്റെ അമ്മേ. എന്താടി കളിയാക്കാണോ നീ? അതെ. അയ്യോ അമ്മേ. ശരി, എന്നാ പെട്ടെന്ന് തുടങ്ങിക്കോ. ഹലോ, ഇതെന്താ വില്ലനെ പോലൊക്കെ കാണിക്കുന്നേ? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? സ്നേഹത്തോടൊക്കെ. ചേട്ടാ, ഇതെന്റെ ഫ്രണ്ട് രാജേശ്വരി. ഹലോ. ഹലോ. കോഴിക്കോട് വന്നതാ. ഇവിടെ 2 സെമിനാർ ഉണ്ടത്രേ. ഒരാഴ്ചയല്ല 10 ദിവസം എടുക്കും. നമ്മുടെ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നതാ. ഇതാണ് എന്റെ ഹസ്ബൻഡ്. ഇദ്ദേഹത്തെ കുറിച്ചാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണ്ടിരിക്കുന്നത്. കോളേജ് ലെക്ചറാ. ഓക്കേ, നിങ്ങൾ സംസാരിച്ചിരിക്കുക. ശരി. കോളേജ് ലെക്ചറാണെന്ന് പറയുന്നു, പക്ഷെ കാണാൻ കോളേജ് സ്റ്റുഡന്റിനെ പോലെ ഉണ്ട്. ഹലോ. ഞാൻ എത്തി. എന്റെ ഫ്രണ്ട് മഞ്ജുന്റെ വീട്ടില് താമസിക്കുന്നേ. ഒരു കുഴപ്പമില്ലെന്നേ. നോ പ്രോബ്ലം. നിങ്ങൾ പേടിക്കണ്ടെന്നേ. ഓക്കെ. എന്താടി ഇത്? എത്ര ഫോൺ കോളാ വരുന്നേ? നിന്നാലും ഇരുന്നാലും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുവാണല്ലോ. ഞാനില്ലാതെ ഇതുവരെ ഒരു ദിവസം ഇരുന്നിട്ടില്ല. ഒരാഴ്ചയില്ലേ? പറയണോ? അത്രയ്ക്ക് ഇഷ്ടാണോ? ഇഷ്ടമാണെന്നും പറയാം, വേറെ ഒന്നും പറയാം. എന്താ ഇത്? അദ്ദേഹത്തിന് ദിവസം ഞാൻ അടുത്തുണ്ടാവണം. ഏത് സമയത്തും വേണം. അതിനു വേണ്ടിയാ. പൊന്നമ്മേ, ഇവിടെ 2 പേരുണ്ടോ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. വാ. ഒരു കുടുംബസ്ത്രീയെ പോലാന്നോടി നീ സംസാരിക്കുന്നത്? താലി കെട്ടിയ ഭർത്താവിനോടാണോ ഇങ്ങനെ സംസാരിക്കുന്നേ? നാണം കെട്ട നീയൊക്കെ ഭർത്താവാണോടാ? പട്ടാ പകല് കുടിച്ചിട്ട് വന്ന് ബഹളം ഉണ്ടാക്കുന്നോ നീ? കുടുംബം നടത്താൻ വന്നയാണോ എന്റെ ജീവിതം നശിപ്പിക്കാൻ വന്നാന്നോ നീ? കുടിക്കുന്നതിനെ പറ്റി നീ സംസാരിക്കരുത്. അതെന്റെ പേഴ്സണലാണ്. നീ എന്താ ചെയ്യുന്നേ?
കൊറേ പൗഡർ അങ്ങോട്ട് തേക്കും, പിന്നെ കൊറേ ക്രീം അങ്ങോട്ട് ഇടും, പിന്നെ ഒരു ടിൻ കുങ്കുമം എടുത്ത് നെറ്റിയിലോട്ട് അങ്ങ് തേക്കും. അത് ഞാൻ ചോദിച്ചില്ലല്ലോ. അത് നിന്റെ പേഴ്സണൽ ആണെന്നുണ്ടെങ്കിൽ ഇത് എന്റെ പേഴ്സണലാ. ഇച്ചിരി അടിക്കുന്നോ? ഒരു പൈന്റ് ഉണ്ട്, കുടിക്കുന്നോ? ആൾക്ക് പാതി പാതി അങ്ങ് ഷെയർ ചെയ്യാവുന്നേ. ഷെയർ ചെയ്യണല്ലേ? ഇപ്പൊ ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കോ. നീ വാ, എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ അടുത്ത് വന്ന് ഷെയർ ചെയ്യാൻ പറയും. നിനക്ക് ഞാൻ ഷെയർ ചെയ്യണോ അല്ലേ? ഷെയർ ചെയ്യണോ അല്ലേടാ? നിന്റെ കഥ ഇന്ന് ഞാൻ കഴിക്കും. മര്യാദയോടെ സംസാരിക്കുന്നോടാ. നില്ലടാ അവിടെ, അവിടെ നിൽക്കാൻ. ആരുമില്ലേ? അയ്യോ അയ്യോ, ഇവളെന്തോ? ഇങ്ങോട്ട് വാടാ. നിനക്ക് ഇവിടെ വന്നു വരുത്. ഉണ്ടായിരുന്ന ഒരു ജോലിയും കളഞ്ഞിട്ട് സ്വന്തമായിട്ട് തൊഴിലുണ്ടാക്കാൻ നടന്നതാ എന്നും പറഞ്ഞ് എന്റെ കഴുത്തിലും കാതിലും ഉണ്ടായിരുന്നതെല്ലാം നശിപ്പിച്ചതും പോരാ. എന്ന് 5000 രൂപയെ സമ്പാദിച്ച് ഈ വീട്ടിൽ വന്ന് കയറുന്നോ അന്ന് മാത്രമേ നിന്നെ എന്റെ മുമ്പിൽ കണ്ടുവരുത്. കേട്ടടാ, ഓർമ്മയിരിക്കട്ടെ. എടി രാക്ഷസി, അടിച്ചത് മൊത്തം ഇറങ്ങിപ്പോയല്ലോടി. രാജേശ്വരി, ഞാൻ പോയിട്ട് വരുന്നേ, വൈകിട്ട് കാണാം. എന്ന് ടിഫിൻ. രഘു, ചേട്ടാ, രാജേശ്വരി ഫുഡ് ഉണ്ടാക്കിക്കോളൂ. ശരി. വീട്ടിൽ നിന്ന് തന്നെ കഴിക്കണം, വെളിയിൽ നിന്ന് കഴിക്കരുതേ. ശരി, കേട്ടല്ലോ? ശരി, ഞാൻ പോയിട്ട് വരാം. ഏയ്, ഒരു മിനിറ്റ്. ഓഫീസിൽ നീ ലീവ് ചോദിച്ചോ? അയ്യോ, നിങ്ങളുടെ കോളേജ് അവധി ആയതുകൊണ്ട് ഞാൻ ലീവ് എടുക്കണം എന്നാണോ? ഞാൻ ലീവ് ഒന്നും എടുക്കില്ല. ബൈ. ഹേയ് മഞ്ജു, എന്താ പ്രശ്നം? ഒരു ടൂറിന് പോവാന്ന് വിചാരിച്ചപ്പോ ലീവില്ല അതില്ലെന്ന് പറയാ അവള്. എന്താ ആഗ്രഹിച്ചാലും നടക്കുന്നില്ല. എന്താഗ്രഹിച്ചാലും അത് ഉടൻ തന്നെ നടത്തണം. അപ്പോഴേ മനസ്സിന് സന്തോഷം ഉണ്ടാകും. ശരി, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഓ സോറി. ഇല്ല, ഞാൻ അയൺ ചെയ്യാന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാ. സെമിനാറിന് പുറപ്പെടണം. സാരി ഉടഞ്ഞുപോയി, അതാ അയൺ ചെയ്തോണ്ടിരുന്നേ. നല്ല ചൂടായിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോ. ഇല്ല, കുഴപ്പമില്ല, നിങ്ങൾ ചെയ്തിട്ട് തന്നാ മതി. ഒരു മിനിറ്റ്, ഒരു ചെറിയ ഹെൽപ്പ്. നിങ്ങൾക്ക് ഇവിടെ ആരെങ്കിലും സെക്സ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ അറിയോ? സെക്സ് സ്പെഷ്യലിസ്റ്റ് എന്ന് വെച്ചാൽ ആർക്കാ? എന്റെ ഹസ്ബൻഡിനാ. അദ്ദേഹത്തിന് സെക്സ് കാര്യങ്ങളിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ പറഞ്ഞു. ഇവിടെ കൊച്ചിയിൽ വലിയ ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്താൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് പഴയതുപോലെ ശക്തി ഉണ്ടാവുമെന്ന് വിചാരിച്ച് എന്റെ ഉള്ളിൽ ഒരു ചെറിയ ആഗ്രഹം. അതൊന്നും പ്രോബ്ലം അല്ലെന്നേ. നല്ല ഡോക്ടേഴ്സ്മാരുണ്ട്, കൺസൾട്ട് ചെയ്യാം. നിങ്ങൾ വിചാരിച്ചാൽ എന്നെ സഹായിക്കാൻ കഴിയും. I will try. എന്റെ പണി കഴിഞ്ഞു, നിങ്ങൾ തുടങ്ങിക്കോളൂ. നിങ്ങൾ ഡോക്ടറിനെ പറ്റി ചോദിച്ചത് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വീക്കിൽ തന്നെ അപ്പോയിന്റ്മെന്റ് കിട്ടും, കൺസൾട്ട് ചെയ്യാം. ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോഴത്തേക്കും എനിക്ക് പ്രായാവൂലേ? നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ എനിക്ക് ഒന്ന് സഹായിച്ചൂടെ? I'll try. എന്തു പറ്റി? ഭയങ്കര ആലോചനയിലാണല്ലോ. നിന്റെ ഫ്രണ്ടിന് എത്ര ദിവസം ഇവിടെ ഉണ്ടാവും? കൂടിയ ഒരാഴ്ച, അത്രേ ഉള്ളൂ. അവളോട് ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ താമസിക്കാൻ പറഞ്ഞൂടെ? എന്താ, നിങ്ങളുടെ സൈഡിൽ നിന്ന് ഫ്രണ്ട്സോ ഗസ്റ്റോ ആരെങ്കിലും വന്നാ കണക്ക് നോക്കാതെ ചെലവാക്കുമല്ലോ. എന്റെ ഫ്രണ്ട് വന്നിട്ട് 2 ദിവസം കൂടി ആയില്ലല്ലോ, അപ്പോഴത്തേക്ക് കണക്ക് നോക്കാൻ തുടങ്ങിയോ? എല്ലാത്തിനും കണക്ക് നോക്കുന്നുണ്ടല്ലോ മാഷേ, ഇതിനും കണക്ക് നോക്കൂ. ഞാൻ വല്ലാത്ത ടയർഡാണ്. എന്താ ഇത്ര ടയർഡ്? ഞാൻ തൊട്ടുകൂടാതെ ഇരിക്കുക. ഞാൻ തൊട്ടാൽ എന്താ പ്രശ്നം?
അതല്ല, പെണ്ണുങ്ങളൊക്കെ പറയാറില്ലേ തൊട്ടുകൂടാന്ന്, അതായത് പീരിയഡ്സ്. നിങ്ങൾക്കോ പീരിയഡ്സോ? അങ്ങനെയൊക്കെ ആണുങ്ങൾക്കുണ്ട്, അറിയാം നിനക്ക്. ആ സമയത്തെ അവർക്ക് വല്ലാത്ത ടയർഡായിരിക്കും. എന്താ മാഷേ, കാതിൽ പൂചുറ്റുവാണോ? സത്യ, എന്നെങ്കിലും ഒരിക്കൽ സയന്റിസ്റ്റ് അതെല്ലാം അനൗൺസ് ചെയ്യാൻ പോവുക. അന്ന് മുതൽ എല്ലാ ജെൻസും ലീവ് എടുക്കാനും പോവുക. ജെൻസ് പീരിയഡ്സ് ലീവ്. ഓ, അങ്ങനാണോ? അപ്പോ നിങ്ങൾ ക്ഷീണിച്ചിരിക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടല്ലേ? അതെ. ഇനി ഇങ്ങനെയൊക്കെ പറ്റിക്കാൻ നോക്കുവോ? അങ്ങനെ പറ്റിച്ചതുകൊണ്ടല്ലേ ഇത്ര ഡിഫറെന്റ് ആയിട്ട് എല്ലാം ചെയ്യാൻ കഴിഞ്ഞത്. എന്റെ ഹസ്ബൻഡിനെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമായിരുന്നു. ഓ, എന്താ പ്രശ്നം? അതെങ്ങനെയാ ഞാൻ പറയാ? ഇവിടെ നോക്കിയേ. എന്താ ഇത്? അദ്ദേഹത്തെ കൊണ്ട് ഒന്നിനും കഴിയുന്നില്ല. അദ്ദേഹം അൺഫിറ്റ് ആണെന്ന് ഡോക്ടർ ഡിസൈഡ് ചെയ്തു. പക്ഷെ ഞാൻ ആക്റ്റീവായിട്ടുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും അദ്ദേഹത്തിന് ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല. അതിന്റെ കാരണം ചോദിച്ചതിന് ഇതുപോലെ ദേഷ്യത്തില് പൊള്ളിച്ച് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ടിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്താൽ മതിയായിരുന്നല്ലോ. ഞാൻ അന്നെ പറഞ്ഞല്ലോ, അവളിതൊന്നും അറിയാൻ പാടില്ല. എന്ത് ടോർച്ചറാണെന്നറിയോ? വേറെ രീതിയിൽ ടോർച്ചർ ചെയ്താൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവിടെ നോക്കിയേ, ഇതുപോലെ തൊട്ടു, എന്നിട്ട് പിന്നെ ഇങ്ങനെ, പിന്നീട് ഇങ്ങനെ. ഞാനും പെട്ടെന്ന് ഓർത്തു അദ്ദേഹത്തിന് എന്നോട് വല്ലാതെ സ്നേഹമാണെന്ന്. എങ്ങനെ തൊട്ടോണ്ടിരുന്നു. പെട്ടെന്ന് നിനക്ക് ഇത്ര ആഗ്രഹമുണ്ടോന്ന് എന്നെ അടിച്ചു. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് എന്നെ പൊള്ളിച്ചു. അല്ല, ഈ പാട് പോവല്ലോ? പോവും. ഒന്ന് തൊട്ടു നോക്കിയേ. ഇത് ശരിയാവോ ഇല്ലേന്ന് തൊട്ടു നോക്കിട്ട് പറ. നിങ്ങളാണ് ആദ്യം സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടത്. അളിയോ, നീ വന്നോ? ബുദ്ധനാണെങ്കിലേ ബോധിമരത്തിന്റെ ചോട്ടിലാണ് ഇരുന്നത്. നീയാണെങ്കിൽ മരമണ്ടനല്ലേ, അതുകൊണ്ടാണ് ഈ മാവിന്റെ ചോട്ടി കിടക്കുന്നത്. എന്താ അളിയാ, നീ വല്ലാത്ത വിഷമത്തിലാണല്ലോ. എന്റെ പെണ്ണും പിള്ള എന്നെ അടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കിയടാ. തിരിച്ചു കയറണമെങ്കിൽ 5000 രൂപ വേണമെന്ന്. ഞാൻ എവിടെ പോവാനാടാ? അതറിഞ്ഞിട്ട് തന്നെ അളിയാ ഞാൻ വന്നത്. അളിയാ, സത്യസന്ധനായിരുന്നാലേ പണം നമ്മളെ തേടി ഒരിക്കലും വരൂല. തെറ്റായ വഴി കൂടെ പോയാലേ പണം നമ്മളെ കൂടെ വരും. ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നിന്റെ ജീവിതം നിന്റെ കയ്യിലെന്ന് പഴമൊഴി പറയാറില്ലേ നമ്മള്? പക്ഷെ ഞാനെന്താ പറയുന്നറിയോ, നിന്റെ ജീവിതം വല്ലവരുടെ കയ്യിലാണെന്ന്. ഞാനേ പരിക്ക് പറ്റി വിഷമിച്ച് ഇവിടെ കുത്തിയിരിക്കുക. അങ്ങനെ എപ്പോഴും അടി കൊണ്ടാലേ ഐഡിയ വരുള്ളൂ അളിയാ. കാര്യം തെളിച്ചു പറയടാ, ഇല്ല നീ ഇപ്പൊ വാങ്ങിക്കും. എന്റെ പൊന്നളിയാ, നിന്റെ ജീവിതം വല്ലവരുടെയും കയ്യിലാണെന്നുള്ളത് നീ ഒരു ജോത്സ്യനായാൽ മാത്രമേ നിനക്ക് മനസ്സിലാവുള്ളൂ. നിന്റെ കയ്യിലുള്ള പകുതി രേഖയില്ലല്ലോ.